ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് എനർജി നോക്കാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്കിപ്പോൾ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് എന്നാണ്. അതായത് ഇവർ ആഗ്രഹിക്കുന്നത് ശരിയായ ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് ആരെങ്കിലും കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അതായത് ഒരു 4 ചുറ്റും വഴികളുള്ള ഒരു സ്ഥലത്ത് ഇവർ ഇരിക്കുകയാണ് സ്റ്റക്കായിട്ട്. അപ്പോൾ ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആരുടെയെങ്കിലും ഗൈഡൻസ് കിട്ടിയാൽ ആ വഴി പോകാമെന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഗൈഡൻസ് അത്യാവശ്യമായിട്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഇവർക്കൊരു മാർഗദർശനം കൊടുക്കുവാനാണ്. അതായത് ഡിവൈനോട് ആഗ്രഹിക്കുകയാണ്, ഡിവൈനോട് പറയുകയാണ്, എനിക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശം തരൂ ഡിവൈൻ, എനിക്ക് ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല, ഞാൻ എടുക്കുന്ന വഴി ശരിയാണോ തെറ്റാണോ എല്ലാം എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പല മിറാക്കിളായിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതായത് അവർക്ക് അറിയത്തില്ല ഏഞ്ചൽസ് എന്താണ്, ഡിവൈൻ എന്താണ്, ഏഞ്ചൽസിൻ്റെ പവർ എന്താണ്, ഡിവൈൻ്റെ പവർ എന്താണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ അവർക്ക് പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു എന്താ എനിക്ക് പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കാണുന്നത്, ഇത് ഏഞ്ചൽസിൻ്റെ പവറാണോ അല്ലെങ്കിൽ ഡിവൈൻ്റെ പവറാണോ, അതുകൊണ്ടാണോ എനിക്കിങ്ങനെ ഈ രീതിയിലുള്ള അത്ഭുതം കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഇതുകൂടാതെ അവർ എന്തോ ഒരു മിറാക്കിൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് ഞാനും എൻ്റെ പേഴ്സണും ഒന്നാവണം, അതിനു വേണ്ടി എന്തെങ്കിലും ഡിവൈൻ്റെ ഭാഗത്തുനിന്നോ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു അത്ഭുതം സൃഷ്ടിക്കുക, ഞാനും എൻ്റെ പേഴ്സണും ഒന്നാവാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുമുണ്ട് അവർ. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ ബാലൻസ് പോയി. അപ്പോൾ ബാലൻസ് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നുള്ള ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു ടൈം പീരീഡിൽ ചില കൈപ്പേറിയ അനുഭവങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ദിവസം ആരോടെങ്കിലും വഴക്കിടേണ്ട അവസ്ഥ വരുന്നു. ഭയങ്കര പ്രഷർ ഉള്ളത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ആരോടെങ്കിലും ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ചിന്തിക്കും, എന്താ എൻ്റെ ഡെസ്റ്റിനിയിൽ ഇത് മാത്രമേ ഉള്ളൂ, എപ്പോഴും വഴക്കും വിഷമവും, എന്താ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആളുമായിട്ടൊരു യൂണിയൻ ഇല്ലേ, അവർക്ക് വേണ്ടി എനിക്ക് എന്താ ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്, എന്താ ഇതൊന്നും എനിക്കൊണ്ട് സാധിക്കാത്തത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഇവരുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആവശ്യം ഒരു ഹീലിങ്ങും ഒരു അഡ്വൈസും ആണ്. അപ്പോൾ ഇവർ ഒരു അഡ്വൈസ് ആഗ്രഹിച്ചിരിക്കുകയാണ്, ഒരു ഹീലിങ്ങും ആഗ്രഹിക്കുകയാണ്. ഹീലിംഗ് എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ അവർക്ക് ഹീലിംഗ് സെൻഡ് ആക്കുക. ഇവിടെ ഇവർക്ക് കുറച്ച് സ്പേസും വേണം, സ്വയം ഹീലാക്കാനും ഇവരുടെ ആ ഒരു മുറിവുകളിൽ നിന്ന് റിക്കവറായി വരാനും കുറച്ചൊരു സ്പേസും വേണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഹീലിംഗ് സെൻഡ് ആക്കുക. അല്ലാതെ പറഞ്ഞ് ഫോണിൽ വിളിച്ച് എന്താ കുഴപ്പം, സുഖമില്ലേ, എന്താ വിഷമോ, അങ്ങനെയൊന്നും ചോദിക്കേണ്ട. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ മനസ്സിൽ അവർക്ക് വേണ്ടി ഹീലിംഗ് സെൻഡ് ആക്കുക. ഞാനിങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ടൈം പീരീഡിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലും ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടാതെ വരും. അതായത് നിങ്ങൾ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കും, അത് അവർക്ക് ഇഷ്ടപ്പെടാത്തില്ല. അങ്ങനെ നിങ്ങളോട് ദേഷ്യപ്പെടും, വഴക്കിടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും. അവരുടെ മൂഡ് എന്താണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ നിങ്ങൾ ആലോചിക്കില്ല, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കിടും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള. ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഭഗവാൻ കൊടുത്ത ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് നിങ്ങൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഇവർ എന്തെങ്കിലും കള്ളം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് നിങ്ങളുടെ ഓടല്ലാതെ വേറെ ഒരു ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ ഇവർ സംസാരിച്ചു, ഇത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇവർക്കിപ്പോൾ റിഗ്രറ്റ് തോന്നുകയാണ്. ഇത് നേരത്തെ ഞാൻ എൻ്റെ പേഴ്സണോട് പറയേണ്ട കാര്യമായിരുന്നു, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഇവർക്ക് തോന്നുകയാണ് ആ ഒരു കാര്യത്തിൽ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളോട് ഇവർ സത്യം പറഞ്ഞു എന്നിട്ടും നിങ്ങളിപ്പോൾ മാപ്പ് കൊടുക്കുന്നില്ല ഇവർക്ക്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണ്. അതായത് ഇവരുടെ തെറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങളോട് മാപ്പും പറഞ്ഞു, പക്ഷേ നിങ്ങളത് അവരുടെ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണ്.
നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്ത് കാരണം നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വച്ചേക്കാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ വന്ന് കാണണം, നിങ്ങളുമായിട്ട് പഴയ രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് വയ്ക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് അൺബ്ലോക്ക് ആക്കിയാൽ മാത്രമേ അവർക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഇവർ നിങ്ങളോട് കാണിച്ച ആ തെറ്റ് കാരണം ഇവർ ഒരു നിങ്ങൾ ഭയങ്കരമായിട്ട് വെറുക്കുകയും ഇനി വേണ്ട നിങ്ങളുമായിട്ട് ഒരു ബന്ധം എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ആക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നോ എന്തോ, അതായത് എനിക്ക് പഴയതുപോലെ വീണ്ടും റിലേഷൻ വേണം, നിങ്ങളുമായിട്ട് എനിക്ക് കാണണം, സംസാരിക്കണം, എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. നെക്സ്റ്റ് മെസ്സേജിന് ഇവരാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നല്ല രീതിയിൽ ബന്ധം പൊയ്ക്കൊണ്ടിരുന്നതാണല്ലോ, അങ്ങനെ എന്ത് കാര്യം സംഭവിച്ചിട്ടാണ് എൻ്റെ പേഴ്സൺ എന്നെ ബ്ലോക്ക് ചെയ്തത് എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതി കാണാൻ സാധിക്കുന്നു. ഇവിടെ മിക്കവാറും പേഴ്സൻ്റെ മെസ്സേജ് കണ്ടിട്ട് തോന്നുന്നത് ഇവർ റീയൂണിയൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നാണ്. അതായത് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് യൂണിയൻ ആകണമെന്നാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും. ഇതുകൂടാതെ നിങ്ങളെ കഴിഞ്ഞിട്ട് മാത്രമേ ഇവരുടെ ലൈഫിൽ മറ്റൊരാൾക്കും സ്ഥാനമുള്ളൂ എന്ന് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തോന്നും ഇവരുടെ ലൈഫിൽ ഇവർക്ക് നിങ്ങളെയും കാട്ടി സ്നേഹം മറ്റൊരാളോടാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അവർ അങ്ങനെയല്ല, നിങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് മറ്റൊരാൾക്ക് സ്ഥാനം അവർ അവരുടെ ലൈഫിൽ കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇവർ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഫിസിക്കൽ ലെവലിൽ ഒത്തിരി ഡിസൈർസ് ഇവർക്ക് ഉണ്ട് നിങ്ങളെക്കുറിച്ച്. നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയും, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തുമാത്രം ഞാൻ ഡിസർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇവർക്ക് എന്തുമാത്രം സ്ഥാനമാണ് ഉള്ളത്, എന്തുമാത്രം ഡിസർവിങ് പേഴ്സണാണ് ഇവർ എന്ന് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൺ അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയും നിങ്ങളോട്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഞാനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി, നിങ്ങൾ ശരിയായിരുന്നു എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള തെറ്റുണ്ടാവാതെ ഞാൻ നോക്കുന്നതാണ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കൂ എന്നും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ ആവണമെന്നാണ്, നിങ്ങളെപ്പോലെ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഇനി ഈ ഒരു റീഡിങ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 11 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള 11 മണിക്കൂർ അല്ലെങ്കിൽ 22 അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.